ശ്രീ എം ജയേന്ദ്രൻ, ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ന്യൂനപക്ഷ പ്രീണനം പരമാവധി നടത്തി. പക്ഷേ ന്യൂനപക്ഷങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിനോടൊപ്പം നിന്നില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇത് പിന്നെ ഈ ഇലക്ഷൻ റിസൾട്ട് വാസ്തവത്തിൽ വളരെ അപ്രതീക്ഷിതമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ നിലയിലല്ല പ്രതീക്ഷിക്കപ്പെട്ടത്. താങ്കൾ ചോദിച്ച ആ ആസ്പെക്റ്റിലേക്ക് വരാം. അത് അവഗണിക്കേണ്ട ആസ്പെക്റ്റുമല്ല. പക്ഷെ അതിന് മറ്റു ചില കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. ഇത് പിന്നെ BJP ഗണ്യമായ നേട്ടം തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. UDFന് കേരളത്തിലുടനീളം നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. LDFന് അതിൻ്റെതായിട്ടുള്ള തിരിച്ചടികൾ വന്നിട്ടുമുണ്ട്. അതുകൊണ്ടാണല്ലോ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജനങ്ങൾ വെറുക്കുന്ന സർക്കാരാണ് ഇത് എന്നാണ്. അദ്ദേഹം പ്രയോഗിച്ച പദം അങ്ങനെയാണ്, ജനങ്ങൾ വെറുക്കുന്ന സർക്കാരാണ്. പക്ഷെ ഞാൻ അങ്ങനെ അല്ല, എൻ്റെ അഭിപ്രായം അങ്ങനെയല്ല. ജനങ്ങൾക്ക് കേരളത്തിൽ ഉടനീളം ഒരു റിസെന്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. വെറുപ്പല്ല, ഹേറ്റഡ് അല്ല, റിസെന്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, നീരസമുണ്ട്, അനിഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ അനിഷ്ടം അല്ലെങ്കിൽ നീരസം എന്ന് പറയുന്ന റിസെന്റ്മെന്റ് പല നിലയിൽ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. അത് ഏറ്റവും പ്രധാനമായി വന്നിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അർബൻ വോട്ടേഴ്സിലാണ്. റൂറൽ വോട്ടേഴ്സിൽ മറ്റൊരു തരത്തിലാണ് ആ റിഫ്ലക്ഷൻ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു സീരിയസ് റിഫ്ലക്ഷൻ വന്നിരിക്കുന്നത് അർബൻ വോട്ടേഴ്സിൽ തന്നെയാണ്. അതുണ്ട്. എന്തൊക്കെയാണ് ആ റിസെന്റ്മെന്റിനുള്ള കാരണങ്ങൾ എന്നുള്ളത് ഞങ്ങളത് പഠിക്കുമ്പോഴാണല്ലോ കുറച്ചു മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് തിരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നുള്ളത്. അതുണ്ട്. പക്ഷെ അനിൽ, ഞാന് പിന്നെ നവംബർ 2-ന്, ഇപ്പൊ നമ്മൾ ഡിസംബർ 13-നാണല്ലോ ഇരിക്കുന്നത്, നവംബർ 2-ന് ഞാനൊരു കുറിപ്പ് ഇട്ടിരുന്നു. എനിക്ക് താങ്കൾക്കറിയാമല്ലോ, ഞാൻ തിരുവനന്തപുരത്ത് ഏറെക്കാലം ഉണ്ടായിരുന്ന ഒരാളാണ് മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ. അപ്പോൾ എനിക്ക് കിട്ടിയ ചില ഇൻപുട്സ് വെച്ചിട്ടാണ് ഞാൻ ആ കുറിപ്പ് എഴുതിയിടുന്നത്. അതായത് 45 കൊല്ലത്തോളമായി പിന്നെ CPM ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണല്ലോ അത്. അപ്പോൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന ചില വസ്തുതകളുണ്ട്. BJP ജയിക്കരുത് എന്നുള്ള താല്പര്യത്തിൽ തന്നെ CPMന് വോട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാരുള്ളൊരു നഗരമാണ് തിരുവനന്തപുരം. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെ അങ്ങനെ എന്നോട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു പ്രാവശ്യമല്ല. പിന്നെ BJP ജയിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ CPMന് വോട്ട് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലമാണ്. പക്ഷെ ഇത്തവണ ആ ഒരു പിടി ഒന്ന് മാറി. അതും പിന്നെ ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ട, അല്ലെങ്കിൽ നേരിട്ട് ചോദിച്ചറിഞ്ഞ കാര്യമാണ് കേട്ടോ. ബോധ്യപ്പെട്ടവനെ ഇതിനുവേണ്ടി അന്വേഷിക്കാൻ പോയതല്ല. പിന്നെ ഒരു കൗതുകത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ അന്വേഷിച്ചതാണ്. അപ്പോൾ ഇത്തവണ നടന്ന സംഭവമായിട്ട് മനസ്സിലാക്കാനായത്, ഇത്തവണ അങ്ങനെ പിന്നെ കോൺഗ്രസ് വോട്ടുകൾ CPMന് നൽകേണ്ടതില്ല, കോൺഗ്രസിൻ്റെതായിട്ടുള്ള വോട്ടുകൾ തന്നെ ഒന്ന് പിടിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നു. ആദ്യം തന്നെ അതിനുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുന്നു. അപ്പോ അതൊരു ടൈപ്പായിട്ട്, ഒരു ക്ലോസ്ഡ് ടൈപ്പ് അല്ല, പിന്നെ എന്നാൽ അത് ഉണ്ട് താനും, ബാക്ക് ഡോറിൽ അത് ഉണ്ട് താനും. പക്ഷെ അതിൻ്റെ ഒരു മറുഭാഗം, ആനുകൂല്യം തൃശ്ശൂർ കിട്ടുകയും വേണം. ആർക്ക്? കോൺഗ്രസിന്. അത്തരത്തിലൊരു അപ്രഖ്യാപിത ധാരണ പലയിടത്തും ഉണ്ടായിരുന്നു എന്നൊരു വിവരമാണ് ഞാൻ അന്ന് എഴുതി ഇട്ടത്. അപ്പൊ അതിനകത്ത് തന്നെ പരിഹസിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് കണ്ടുപിടുത്തമാണ്, ഒരു മെക്സിക്കൻ അപാകത പോലാണല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊന്നും ഉണ്ട്. ഞാൻ അതിനൊന്നും മറുപടി പറയാൻ പോയിട്ടില്ല. എനിക്ക് നേരിട്ട് കിട്ടിയ വിവരം ഞാനത് പാസ് ചെയ്തു എന്നത് മാത്രം, ജനങ്ങളെ അറിയാൻ താല്പര്യമുള്ളവർക്ക് അറിയാൻ വേണ്ടി മാത്രം. അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇനി പരിശോധിക്കുന്നതാണ്. ഞാനത് ഒരു മാക്രോ ലെവലിൽ നിന്നുകൊണ്ടാണ് അത് പറയുന്നത്, കിട്ടുന്ന വിവരങ്ങൾ. പക്ഷെ മൈക്രോ ലെവലിലേക്ക് എത്രത്തോളം ആപ്ലിക്കബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് ഇനി പഠിക്കാൻ കഴിയും, പ്രയാസമില്ലാതെ പഠിക്കാൻ കഴിയും. അപ്പോഴാണ് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റുക. ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന അർബൻ, ഞാൻ പറഞ്ഞില്ല, റൂറൽ ഡിവൈഡ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട്, അതാണല്ലോ ചോദിക്കേണ്ടത്. ജനങ്ങൾ പിന്നെ വളരെയധികം, നമ്മൾ സാധാരണ ഈ ഒരു ഫ്രൈസ് പറയുന്ന പോലെ ജനങ്ങളാണ് യഥാർത്ഥ യജമാനന്മാർ എന്ന് നമ്മൾ പരമ്പരാഗതമായി ഇങ്ങനെ പറഞ്ഞ പോലെയുണ്ട്, കൺവെൻഷനായിട്ട് പറയുന്നത്. അങ്ങനെയല്ല, ജനങ്ങൾ കൂടുതൽ വിവേകികളാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വരുന്ന ഒരു പാഠം. മറ്റൊരു പാഠം, അതായത് ഈ ഗവൺമെന്റ്, തദ്ദേശ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും തദ്ദേശ വകുപ്പ്, എസ്പെഷ്യലി
നോക്കിയാൽ കഴിഞ്ഞ 5 വർഷക്കാലത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തു വെച്ച് തന്നെ പറയാൻ കഴിയും. അത് പറയാൻ ഒരു വേദിയല്ല ഇതെന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് വോട്ടായിട്ട് മാറാത്ത എന്തുകൊണ്ടാണെന്നുള്ള പ്രശ്നമുണ്ട്. അത് പിന്നെ നഗരമേഖലകളിലെ വോട്ടർമാർ അതിനോട് മുഖം തിരിക്കുന്നത് എന്തുകൊണ്ട്? ഇപ്പൊ ഫ്രീ ബീസ് എന്ന് പലരും വിളിക്കുന്ന, ബീഹാറിൽ കൊടുത്തു, നിതീഷ് കൊടുത്തു എന്ന് പറയുന്ന ഫ്രീ ബീസ് ആണ് അവരെ വീണ്ടും അധികാരത്തിലേക്കെന്ന് പറയുന്നുണ്ടല്ലോ. അതിന് സമാനമായിട്ടാണ് 29/10 സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ വർധനം അടക്കമുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ഫ്രീ ബീസിന്റെ ആ വിഭാഗത്തിൽ തന്നെ പെടുന്നതാണ്. പക്ഷെ അതിനോട് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സൗജന്യ കിറ്റ് കൊടുത്ത പോലെ, കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങിയതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നു, കുടിശ്ശികകൾ തീർക്കുന്നു. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതാണ്. ശ്രീ ജയേന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരാം. അടിയന്തരമായ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇടവേള. ആചാരങ്ങളുടെയും തിളക്കത്തിൽ വധുവിനെ കൂടുതൽ മനോഹരമാക്കുന്നത് അഴകുറ്റ ആഭരണങ്ങളാണ്. ഇന്നത്തെ ഓരോ വധുവിന്റെ അഭിരുചിയും ആത്മവിശ്വാസവും പ്രതിഫലിക്കുന്ന അതുല്യ ആഭരണങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേറ്റ്സ് ദ ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ. കേരളത്തിൽ ആദ്യമായി പാൽപ്പൊടി ചേർക്കാതെ ഫ്രഷ് മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും നാടുണരുന്നു ഏളനാടിനൊപ്പം. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജനം ടി വിയുടെ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ, അതായത് കരുമം വാർഡിൻ്റെ പ്രതിനിധി കരുമത്ത് നിന്ന് മത്സരിച്ച് 1000+ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച